أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തന്നെ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെയൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമായ ഒരു മാസത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ലോക മുസ്ലിമീങ്ങൾ, വിശ്വാസി സമൂഹം. ഏറെ പ്രിയപ്പെട്ട വിരുന്നുകാരനായി നമ്മിലേക്ക് കടന്നു വരുന്ന ആ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുമ്പോൾ, അഹ്ലൻ റമദാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും ആ റമദാനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയും കൂടിയാണ് പ്രത്യേകമായ ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക, അത്തരം വിഷയത്തെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തുക, ഉണർത്തുക എന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ആ ഒരു ചര്യ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഇന്നൊരൽപ്പസമയം നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു ആയുസ്സിട്ട് തന്നാൽ അടുത്ത വെള്ളിയാഴ്ച ഈ വർഷത്തെ 2ാമത്തെ നോമ്പിലായിരിക്കും നമ്മളെല്ലാവരും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് റമദാൻ? എന്തിനാണ് റമദാൻ? ഞാൻ എന്തായിരിക്കും അഹ്ലൻ റമദാൻ എന്ന് പറഞ്ഞ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയുക എന്നതിനെ സംബന്ധിച്ച് ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടാകും. കാരണം ഓരോ വർഷവും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. മസ്ജിദുൻ നബവി, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. ഇതുപോലെ റമദാനിന്റെ തൊട്ടു മുമ്പുള്ള ഒരു സമയം, മേൽക്കൂരയില്ലാത്ത 4 ഭാഗത്തും പനയോലകൾ കൊണ്ട് കെട്ടിമറച്ച താഴ്ഭാഗത്ത് മണൽത്തരികളായ മസ്ജിദുൻ നബവി, അങ്ങനെ ഈത്തപ്പനയോലകളിലും മണലിലും ഇരിക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതാക്കും റമദാൻ, അതാക്കും ഷഹ്റ റമദാൻ, ഇതാ നിങ്ങളിലേക്ക് റമദാൻ മാസം വന്നിരിക്കുന്നു. എന്തിനാണ് റമദാൻ മാസം വരുന്നത്?
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷയായ പ്രാർത്ഥനയായ സ്വർഗവുമായിട്ടാണ്. എന്തിനാണ് റമദാൻ വരുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടിയായ, ഒരിക്കലും പ്രവേശിക്കരുതേ കാണരുതേ എന്ന് പോലും ആഗ്രഹിക്കുന്ന നരകത്തിൽ നിന്നുള്ള മോചനവുമായിട്ടാണ്. എന്തിനാണ് റമദാൻ വരുന്നത്? 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള പരിശുദ്ധ രാവായ ലൈലത്തുൽ ഖദറുമായിട്ടാണ്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമദാനിനെ അങ്ങ് സ്വഹാബത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. അത്രയേറെ പുണ്യമുള്ള, അത്രയേറെ പരിശുദ്ധതയുള്ള, അത്രയേറെ പവിത്രമായ പരിശുദ്ധ റമദാൻ ഇതാ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവ്. അതുകൊണ്ട് തന്നെ സാധാരണ മാസങ്ങളെ കാണേണ്ടതുപോലെ കാണേണ്ടതല്ല റമദാൻ മാസത്തെ. ഇത് ശഅബാനാണ്. അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ റജബാവട്ടെ, ശഅബാനാവട്ടെ, ഇനി റമദാൻ കഴിഞ്ഞാൽ വരുന്ന ശവ്വാലാവട്ടെ, അങ്ങനെ മറ്റു മാസങ്ങളെ കാണുന്നത് പോലെ, മറ്റു മാസങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പോലെ പ്രവേശിക്കേണ്ട ഒരു മാസമല്ല റമദാൻ. മറിച്ച് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായ ഒരു വിശ്വാസിയുടെ ആയുസ്സിൽ വലിയ അനുഗ്രഹമായി കടന്നു വരുന്ന മാസമാണ് റമദാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരാൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് സ്വപ്നം കണ്ട കഥ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ 2 പേരെ കുറിച്ച് സ്വപ്നം കണ്ടു. 2 പേരും പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെയാണ്. അതിൽ 2 പേരിൽ ഒരാൾ മരണപ്പെട്ടത് ഷഹീദായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റ് ഷഹീദായിട്ടാണ് ഈ ലോകത്തോട് യാത്ര ചോദിച്ചത്. ഷഹീദിന്റെ കൂലിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. നേരിട്ട് സ്വർഗത്തിലേക്കാണ്, സ്വർഗത്തിൽ വലിയ പദവികളാണ്. എന്നാൽ രണ്ടാമത്തെ മനുഷ്യൻ മരണപ്പെട്ടതോ സാധാരണ ജീവിച്ചുകൊണ്ടാണ്. അദ്ദേഹം സാധാരണ പോലെയാണ് മരണപ്പെട്ടത്. പക്ഷേ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് രണ്ടാമത് മരണപ്പെട്ട മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിലേക്ക് വന്നൊരു മനുഷ്യൻ, ഒരു സ്വഹാബി ഈ സംഭവം പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, രണ്ടാമത് ജീവിച്ച മനുഷ്യൻ അഥവാ രണ്ടാമത് മരണപ്പെട്ട മനുഷ്യൻ അദ്ദേഹം പിന്നീടുള്ള റമദാനിനെ കണ്ടുമുട്ടിയോ എന്നതാണ്. ആദ്യം മരണപ്പെട്ട് ഷഹീദായി മരണപ്പെട്ട മനുഷ്യനേക്കാൾ 1 വർഷം കൂടുതൽ റമദാൻ മാസത്തിൽ ജീവിച്ചു എന്ന കാരണത്താലാണ് രണ്ടാമത് മരണപ്പെട്ട മനുഷ്യൻ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അറിയണം, നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയ നമ്മൾ കേട്ടില്ലേ, അല്ലാഹ് ആയുസ്സെട്ട് തന്നാൽ അടുത്ത വ്യാഴാഴ്ച ഇവിടത്തെ റമദാൻ ആരംഭിക്കും, ഒമാനിലെ റമദാൻ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ റമദാനെ പോലും കണ്ടുമുട്ടുമോ എന്നുറപ്പില്ലാത്ത നമ്മള് ഈ റമദാനിനെ കണ്ടുമുട്ടിയാൽ അല്ലാഹുവിനോട് വലിയ തീരുമാനമെടുത്തായിരിക്കണം, വലിയ പ്രഖ്യാപനത്തോടുകൂടി ആയിരിക്കണം ഈ റമദാനിനെ കാണേണ്ടതും കണ്ടുമുട്ടേണ്ടതും കാത്തിരിക്കേണ്ടതും എന്നതാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. മുൻഗാമികളായ സ്വഹാബികൾക്ക് ഇഷ്ടമായിരുന്നു റമദാൻ. റമദാനിനെ അവർ കണ്ടതും മനസ്സിലാക്കിയതും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് എന്നതാണ് അതിന്റെ കാരണം. അവർ പറയുമായിരുന്നു, ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമദാൻ ലതമന്നൽ ഇബാദ് അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ. അല്ലാഹുവിന്റെ അടിമകളെ, മനുഷ്യരെ, നിങ്ങൾ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ വർഷം മുഴുവൻ റമദാനായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, 1 മാസമാണ് റമദാൻ. ആ മാസത്തിലാണ് നിർബന്ധ നോമ്പ്. മുൻഗാമികളായ പല പ്രവാചകന്മാർക്കും ഇങ്ങനെയായിരുന്നില്ല നോമ്പ്. ദാവൂദ് നബിയുടെ നോമ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 1 ഇടവിട്ട ദിവസങ്ങളിലായിരുന്നു നോമ്പ്. ഒരു ദിവസം നോമ്പാണെങ്കിൽ പിറ്റേ ദിവസം നോമ്പില്ലാത്ത ദിവസം, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോമ്പ്. അങ്ങനെയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോമ്പ്. മറിയം ബീവിയോട് നോമ്പെടുക്കാൻ പറഞ്ഞത് മിണ്ടാതിരിക്കാനാണ്. ഭക്ഷണം കഴിക്കാതെ മിണ്ടാതിരിക്കണം,
സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചാൽ നോമ്പ് മുറിയുമായിരുന്നു. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമുദായത്തിന് റമദാൻ മാസം മുഴുവനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി. നോമ്പ് മുൻപേയുണ്ട്, പക്ഷേ എന്താണ് ഇതിന്റെ കാരണമെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന കാരണത്താൽ. അതുകൊണ്ടാണ് ഇത്രമാത്രം പവിത്രതകളും ഓഫറുകളും പ്രാധാന്യവും മഹത്വവും ഒക്കെ റമദാനിന് വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ആരെങ്കിലും റമദാനിന്റെ കൃത്യമായ മഹത്വം തിരിച്ചറിഞ്ഞ് റമദാനിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ, അവർ ആഗ്രഹിക്കുമായിരുന്നു വർഷം മുഴുവൻ റമദാൻ ആയിരുന്നെങ്കിൽ എന്ന്. തീർന്നില്ല. മാ മർറ ബിൽ മുസ്ലിമീന ശഹ്റുൻ ഖത്തുൻ ഖൈറുൽ ലഹും മിൻഹു വമാ മർറ ബിൽ മുനാഫിഖീന ശഹ്റുൻ ഖത്തുൻ അശറുൽ ലഹും മിൻഹു. വിശ്വാസികളെയും മുനാഫിക്കിനെയും അല്ലാഹു വിശദീകരിച്ചതുപോലെ മുൻഗാമികളായ സലഫുകളായ പണ്ഡിതന്മാർ വേർതിരിച്ച് കാണിക്കുകയാണ് അവരെങ്ങനെയാണ് റമദാനിനെ കാണുക എന്ന്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനിനേക്കാൾ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ല, മറ്റൊരു മാസമില്ല. ഏറ്റവും സന്തോഷം ശവ്വാലല്ല. അങ്ങനെയുണ്ടല്ലോ, പെരുന്നാളാകുന്നു എന്ന് കേൾക്കുമ്പോഴുള്ളൊരു സന്തോഷം അതല്ല, സന്തോഷിക്കണ്ട എന്നല്ല. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മാസം അത് റമദാനായിരിക്കും. എന്നാൽ വമാ മർറ ബിൽ മുനാഫിഖീന ശഹ്റുൻ ഖത്തുൻ അശറുൽ ലഹും മിൻഹു. എന്നാൽ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാരമേറിയ മാസം അത് റമദാനായിരിക്കുമെന്ന് സലഫുകൾ രേഖപ്പെടുത്തുകയാണ്. രണ്ട് ടീമുകളെയാണ് പറഞ്ഞത്. ഒന്ന് സന്തോഷിക്കുന്നവരും മറ്റൊന്ന് ഭാരമേറിയ രൂപത്തിൽ ഈ മാസത്തെ കാണുന്നവരും. നമ്മൾ ഏതില? ഇതാ റമദാനാ വരാൻ പോണത്. ഇനി വലിയ പ്രശ്നങ്ങളാണ്. ഇനി കുറച്ച് കൺട്രോളൊക്കെ ചെയ്യേണ്ടതുണ്ട്. പലതും കാണാതിരിക്കേണ്ടി വരും, പലതും പൂട്ടിവെക്കേണ്ടി വരും, പലതും മാറ്റിവെക്കേണ്ടി വരും. അതുകൊണ്ട് റമദാനിനെ ഒരു ഭാരമായി കാണുന്നവരാണോ നാം? അതല്ല. റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും 11 മാസമായി കാത്തിരിക്കുന്ന തന്റെ വാപ്പയെ കാണാൻ എയർപോർട്ടിൽ കാത്തു നിൽക്കുന്ന മക്കളുടെ സന്തോഷം, തന്റെ ഭാര്യയുടെ സന്തോഷം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവരെ കാണാമെന്നുള്ള നമ്മുടെ സന്തോഷം, കുടുംബക്കാരെ, കൂട്ടുകാരെ, നാടിനെ കാണാനുള്ള സന്തോഷം, അതിനേക്കാളേറെ ഒരു വലിയ സന്തോഷമാണോ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിനിപ്പോൾ അനുഭവിക്കുന്നത് എന്നത് നമുക്ക് പരിശോധിക്കാനുള്ള സമയമാണിത്. നമ്മുടെ മനസ്സിൽ റമദാൻ എന്ന് കേൾക്കുമ്പോൾ അത്തരം ഒരു സന്തോഷം കടന്നു വന്നു. ഞാൻ അടുത്ത മാസം നാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാമെന്നറിയുമ്പോഴേക്കും അത്തരം ഒരു ദിവസത്തെ കാത്തിരിക്കുകയും ആ ദിവസം അടുക്കും തോറും നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം കടന്നു വരികയും ചെയ്യുന്നു, അല്ലേ? എങ്കിൽ റമദാൻ ഇതാ കയ്യെത്തും ദൂരത്തെത്തിക്കഴിഞ്ഞു. അടുത്ത വ്യാഴാഴ്ച റമദാനാണ്. അടുത്ത ബുധനാഴ്ച തറാവീഹ് ആരംഭിക്കും. ഒരു പക്ഷേ അടുത്ത വ്യാഴാഴ്ച റമദാനാണെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമാണ് കടന്നു വന്നിട്ടുള്ളത്, എന്ത് സന്തോഷമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമദാൻ. അല്ലാഹുവാണ് സത്യം. കബറിലുള്ള ആളുകൾ കൊതിക്കുകയാണ്, കബറിലുള്ള ആളുകൾ കൊതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്. എന്താണ് അവരുടെ ആഗ്രഹമെന്നറിയോ? തമന്നൗ, അവർ ആഗ്രഹിക്കുകയാണ്, ലതമന്നൗ യൗമൻ മിൻ റമദാൻ, റമദാനിലെ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. എവിടെ കിടന്ന്? കബറിൽ കിടന്നവർ ആഗ്രഹിക്കുന്ന അവരുടെ വല്ലാത്ത കൊതിയാണ്, വല്ലാത്ത ആഗ്രഹമാണ് പറയുന്നത്. കാരണം എന്താ? ഒരു മനുഷ്യൻ കബറിലേക്ക് പോയാൽ പിന്നെ അവനക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ചെയ്യാൻ പറ്റുന്ന ലോകം ദുനിയാവാണ്. കബറിലേക്ക് പോയാൽ പിന്നെ അവിടെ പ്രത്യേകിച്ച് അമലുകളൊന്നുമില്ല. അവിടെ വെച്ച് അവൻ ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു റമദാനിലെ ഒരു ദിവസം, റമദാൻ മുഴുവൻ വേണമെന്നല്ല, റമദാനിലെ ഒരു ദിവസം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന്. തമന്നൗ ലതമന്നൗ, അവർ ആഗ്രഹിക്കുകയാണ്, അവർ കൊതിക്കുകയാണ്, റമദാനിലെ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവരവിടെ വെച്ച് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും എന്ന് മുൻഗാമികളായ ആളുകൾ റമദാന്റെ മഹത്വം വിശദീകരിക്കുന്നിടത്ത് പറയാണ്. അത്രയേറെ പവിത്രമായ റമദാനാണ് തൊട്ടു മുന്നിലെത്തി നിൽക്കുന്നത്. എന്തിനാണ് റമദാൻ? എന്തിനാണ് റമദാൻ? റമദാൻ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയാനാണ്. ഇന്നമാ സുമ്മിയ റമദാൻ, റമദാൻ എന്ന ഈ പേര് ലഭിക്കാനുള്ള കാരണം ലിഅന്നഹു യർമലു ദുനൂബ ഇബാദില്ലാഹ്,
അള്ളാഹുവിന്റെ അടിമകളുടെ പാപങ്ങൾ കരിച്ചു കളയുന്ന, റമള എന്നൊക്കെ പറഞ്ഞാൽ കരിച്ചു കളയുക എന്നർത്ഥം. കരിച്ചു കളയുക അല്ലേ? ചില അസുഖങ്ങൾ വന്നാൽ ആ അസുഖത്തിന്റെ പേര് പറയാൻ പോലും നമുക്ക് പേടിയാ അല്ലേ? ചില അസുഖങ്ങളൊക്കെ വന്ന് നമ്മൾ പറയാറില്ലേ കരിച്ചു കളയണമെന്ന്. അള്ളാഹു അത്തരം പ്രയാസത്തിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് പ്രത്യേകമായി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പമുണ്ടാവേണ്ട ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ഇത്തരം ഒരു പ്രയാസം അനുഭവിക്കുകയാണ് നാട്ടിൽ. അദ്ദേഹം നാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉമ്മയുടെ അടുത്തേക്ക്. നമ്മളോട് പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മാക്ക് ശിഫ നൽകുമാറാകട്ടെ, ആശ്വാസം നൽകുമാറാകട്ടെ, എത്രയും വേഗം ആരോഗ്യം തിരിച്ചു നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, കരിച്ചു കളയാന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കാനാണ്. ആ അസുഖത്തെ ഇല്ലാതാക്കുകയാണ്. ഇവിടെ പാപങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ് റമദാൻ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച ഒരുപാടുണ്ട്. കാണാൻ പാടില്ലാത്തത് കണ്ടവർ, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടവർ, സ്വകാര്യ ജീവിതത്തിലെ നിമിഷങ്ങൾ. നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ രണ്ടാണ്. ഷമീർ എന്ന ഞാൻ രണ്ടാണ്. നിങ്ങളുടെ ഓരോ പേര് വിളിച്ചാലും നിങ്ങൾ രണ്ടാ. എന്താ രണ്ടെന്ന് പറയാനുള്ള കാരണം, പരസ്യ ജീവിതത്തിൽ ഞാൻ ഒന്നാണെങ്കിൽ, രഹസ്യ ജീവിതത്തിൽ ഞാൻ മറ്റൊരു ഷമീറാണെങ്കിൽ, നാളെ റബ്ബിന്റെ മുന്നിൽ ഞാൻ വട്ടപൂജ്യമായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്, നമ്മൾ ഒന്നാവണം. രഹസ്യത്തിലും പരസ്യത്തിലും നിവർത്തി വെക്കാൻ കഴിയണം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ നെഞ്ചിൻ കൂടിലെ രഹസ്യങ്ങൾ റബ്ബെടുത്ത് പുറത്തു വെക്കുമ്പോ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ എന്റെ രഹസ്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്നെ ആദരിച്ചവർ, ബഹുമാനിച്ചവർ, സ്നേഹിച്ചവർ, എന്റെ കൂടെ ജീവിച്ചവർ, കിടന്നവർ എന്താ എന്നെ കുറിച്ച് പറയാ, നമ്മളെ കുറിച്ച് പറയാ? ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ സ്വകാര്യ നിമിഷങ്ങളിൽ കാണുന്നവർ, പറയാൻ പാടില്ലാത്തത് പറയുന്നവർ, കേൾക്കുന്നവർ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ നിങ്ങൾക്ക് പൊറുക്കാനും മറക്കാനും മാപ്പ് ചോദിക്കാനുമുള്ള മാസമാണ് റമദാൻ. അതിനാണ് റമദാൻ. റമദാൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പിന്നെ അത്താഴം കഴിച്ച് വീണ്ടും കുറച്ചു നേരം കിടന്നുറങ്ങി സുബിഹന്നെ കലാ എന്നല്ല നമ്മളെ ഭാഷ പറയാം. അങ്ങനത്തെ ഒരു ഭാഷ ഇല്ല എന്നുള്ള വേറെ കാര്യം. സുബിഹന്നെ പലപ്പോഴും നേരം വൈകി നിസ്കരിച്ച് പിന്നെ ഡ്യൂട്ടി പിന്നെ സുഖാണല്ലോ. ചില ആളുകൾ റമദാൻ വരുമ്പോൾ പറയാ, ഇപ്പൊ ഇന്നലെയൊക്കെ മെസ്സേജുകൾ കണ്ടില്ലേ, 5 മണിക്കൂർ 6 മണിക്കൂറായിട്ട് ചുരുക്കി എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ ഇനി സുഖാണ്, റമദാൻ വന്നു കഴിഞ്ഞാൽ ഡ്യൂട്ടി കുറയുമല്ലോ എന്നാ. ആ ഡ്യൂട്ടി കുറയാനല്ല സുഖം. ആ ഡ്യൂട്ടി കുറയുന്ന സമയത്ത് ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ്. സാന്ദർഭികമായി പറയാം, ഡ്യൂട്ടി കുറയുന്നവരെ നിങ്ങളെ അല്ലാഹുവിന്റെ വല്ലാത്ത അനുഗ്രഹമാണ്. എന്തേ കാരണം? അത് ഉറങ്ങി തീർക്കാനല്ല, ജോലിയുടെ ക്ഷീണം തീർക്കാനല്ല. ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഒരു ഫ്രീ ടൈം റമദാനിൽ എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ ആ സമയം റബ്ബ് എനിക്ക് തന്നത് ഇബാദത്ത് ചെയ്യാനാ, ഖുർആൻ ഓതാനാ, അള്ളാഹുവിനോട് പൊറുക്കല്ല തേടാനാ. ഉറങ്ങണ്ടെന്നല്ല, ഉറങ്ങണം. റെസ്റ്റ് എടുക്കണ്ടെന്നല്ല, റെസ്റ്റ് എടുക്കണം. അതൊക്കെ നമ്മൾ വേണം. പക്ഷേ അള്ളാഹുവോട് ചോദിക്കാനും പറയാനും മാപ്പിരക്കാനുമുള്ള മാസമാണ് റമദാൻ. റബ്ബിനിഷ്ടം നമ്മെ ശുദ്ധമായ ഹൃദയവുമായി കാണുന്നതാണ്. അല്ലാഹ് അതാണ് ആഗ്രഹിക്കുന്നത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം. നാളെ പരലോകത്ത് സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം. ശുദ്ധമായ ഹൃദയത്തിന്റെ ഖൽബുൻ സലീം, സലീമായ ഹൃദയത്തിന്റെ ഉടമകളെ നിങ്ങൾ മാത്രമാണ് വിജയിക്കുന്നത്. ഖൽബുൻ സലീമായി റബ്ബിനെ കണ്ടുമുട്ടണ്ടേ? ആഗ്രഹിക്കുന്നവരല്ലേ? അത് ശുദ്ധിയാവണം. എവിടെ ശുദ്ധിയാവണം? ഖൽബ് ശുദ്ധിയാവണം. ഓരോ തിന്മകൾ ചെയ്യും തോറും നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ കറുത്ത കുത്തിങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആദ്യം ചെയ്യുമ്പോൾ ഒരു പ്രയാസവും കുറ്റബോധമൊക്കെ നമുക്ക് തോന്നും അല്ലേ? പിന്നെ ചെയ്യുമ്പോഴോ അതൊരു കുറ്റബോധമൊന്നും ഉണ്ടാവൂല. അതിങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. അതിനാണ് തൗബ. തെറ്റെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ ഉറച്ചു നിൽക്കാതെ എന്ത് നഷ്ടപ്പെട്ടാലും, എന്താഗ്രഹങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നാലും, നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ഭയം, റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം, ആ സമയത്ത് റബ്ബിന്റെ മുന്നിൽ വിജയിക്കണമെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ
എന്തു വേണം? വനഹന്നഫ്സ അനിൽ ഹവ. ആഗ്രഹങ്ങളൊക്കെ കുറച്ച് കടിഞ്ഞാനിടണം. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാനുള്ള ലോകമല്ല സ്വർഗം. വലക്കും മതസ്തഹി അൻഫുസക്കും, അതിനുള്ളതാണ് സ്വർഗം. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ലോകമാണ് സ്വർഗം. നിന്റെ മനസ്സെന്താഗ്രഹിച്ചോ അത് നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ലോകമാണ് സ്വർഗം. അത് ദുനിയാവല്ല. ദുനിയാവിൽ ഒരു പക്ഷെ ആഗ്രഹിക്കാം, ആഗ്രഹിക്കേണ്ടതെന്നല്ല, സ്വപ്നം കാണാം, ആഗ്രഹിക്കാം, അതിനുവേണ്ടി കഷ്ടപ്പെടാം. പക്ഷെ ആഗ്രഹിക്കുന്നതെല്ലാം, ഇഷ്ടപ്പെടുന്നതെല്ലാം കിട്ടണം, കാണണം, മറ്റുള്ളവരെ പോലെ എനിക്കും ലഭിക്കണം എന്നുള്ള രൂപത്തിൽ പോകുമ്പോ, പടച്ച റബ്ബിന്റെ നിയമങ്ങളെപ്പോലും മാറ്റിവെക്കാൻ തയ്യാറാകുമ്പോ നഷ്ടപ്പെടുന്നത് സ്വർഗമാണ്. ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവിടെയാണ് വിജയം. നരകത്തിൽ നിന്ന് പ്രവേശിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഈ റമദാൻ നമ്മിലേക്ക് തന്നിട്ടുള്ളത്. നമുക്കാവണം സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സ് ആരാരും കാണാത്ത സമയങ്ങളിൽ പോലും ഒരു പക്ഷേ, മനുഷ്യരാണല്ലോ നമ്മളൊക്കെ, അങ്ങനെയാണെന്നല്ല, പക്ഷെ മനുഷ്യരാണല്ലോ, പറയാൻ പറ്റാത്തത് പറഞ്ഞവർ, കേൾക്കാൻ പറ്റാത്തത് കേട്ടവർ, അല്ലേ? നമ്മൾ വിചാരിക്കും ആരും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിക്കും. തെറ്റാണെന്നൊക്കെ അറിയാം. എന്നാലും എന്ത് ചെയ്യും? ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ പറയാറില്ലേ, ആ സമയത്ത് കണ്ടുപോയി കേട്ടുപോയി എന്നൊക്കെ പറയാറില്ലേ? നിങ്ങൾക്കറിയുമോ മാഇസ് റളിയല്ലാഹു അൻഹുവിനെ? മാഇസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വരിക, എന്നിട്ട് പറഞ്ഞു, തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മാഇസിനെ ശുദ്ധീകരിക്കണം. എന്താ ശുദ്ധീകരിക്കാന്ന് പറഞ്ഞാൽ, മാഇസിനെ എറിഞ്ഞു കൊല്ലണം. മാഇസ് മരിക്കാൻ തയ്യാറായിട്ടാണ് റസൂലെ താങ്കളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് റസൂലെ, തുഹിർനി യാ റസൂലല്ലാഹ്, ഈ മാഇസിനെ ശുദ്ധീകരിക്കണം റസൂലെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഇസേ, നീ എന്ത് തെറ്റാ ചെയ്തത്? അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു റസൂലെ. ഒരു സ്വഹാബിയാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു, എന്നെ ശുദ്ധീകരിക്കണം. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അബിഹി ജനൂൻ, അബിഹി ജുനൂൻ, അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ? അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ? ആളുകൾ നോക്കിയപ്പോ, ഇല്ല പ്രവാചകരെ, അദ്ദേഹത്തിന് ഭ്രാന്തില്ല. അവൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? അശരിബ ഖംറൻ, അവൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല പ്രവാചകരെ, അവൻ മദ്യപിച്ചിട്ടില്ല. അവൻ കളവാണോ പറയുന്നത്? ഇല്ല പ്രവാചകരെ, അവൻ കളവല്ല പറയുന്നത്. വീണ്ടും ചോദിച്ചു റസൂലുള്ളാഹ്, അസനൈത അൻത, വല്ല മാഇസേ, നീ വ്യഭിചരിച്ചോ മാഇസേ? ഉറപ്പാണോ മാഇസേ? അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് റസൂലേ, അതുകൊണ്ട് തന്നെ ശുദ്ധീകരിക്കണം. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ സംഭവിച്ച തിന്മ, ആരാരും കാണാത്ത തിന്മ, ഒരാളും അറിയാത്ത തിന്മ. ആരുമായിട്ടാണോ ഈ തിന്മ ചെയ്തത്, അവർ മാത്രം അറിയുന്ന തിന്മ ഈ ആകാശത്തിന് കീഴെ ആ നിമിഷത്തിൽ സംഭവിച്ചു പോയത്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയെ മാഇസ് ഭയപ്പെട്ടപ്പോ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയാ, റസൂലേ, യാ റസൂലല്ലാഹ്, തുഹിർനി യാ റസൂലല്ലാഹ്, ഇവിടെ ഈ ലോകത്തെ ജീവിതത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതും പേടിക്കുന്നതും റസൂലേ നാളെ പരലോകത്തെയാണ്, എന്നെ ശുദ്ധീകരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞുകൊല്ലാൻ കൽപ്പിക്കുകയാണ്. മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞുകൊന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പെണ്ണ് കടന്നു വരാം, ഒരു സ്ത്രീ കടന്നു വരികയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ വന്നിട്ട് പറയാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ ശുദ്ധീകരിക്കണം. റസൂലുള്ളാഹി ചോദിച്ചു, എല്ലാ പെണ്ണെ, നീ എന്ത് തെറ്റാ ചെയ്തത്? അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ എറിഞ്ഞു കൊന്നില്ലേ ദിവസങ്ങൾക്ക് മുമ്പ് മാഇസിനെ? ആ മാഇസിനോടൊപ്പം വ്യഭിചരിച്ചവൾ ഞാനാണ്, എന്നെ എറിഞ്ഞു കൊല്ലണം റസൂലേ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ നരകത്തെ ഭയപ്പെടുന്നു റസൂലേ, എന്നെ എറിഞ്ഞു കൊല്ലണം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആരാരും അറിയാത്ത തിന്മ, ആകാശത്തിന് കീഴെ ഈ രണ്ടുപേർ മാത്രം അറിയുന്ന തിന്മ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഏറ്റുപറയാണ്, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ എറിഞ്ഞു കൊല്ലണം. റസൂലുള്ളാഹി ചോദിച്ചു, അല്ല, നീ ഗർഭിണിയാണോ? ആ സ്ത്രീ പറഞ്ഞു, റസൂലേ, ഞാൻ ഗർഭിണിയാണ്, ഞാൻ ഗർഭിണിയാണ്. എങ്കിൽ ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? അതുകൊണ്ട് നീ പ്രസവിച്ചിട്ടു വാ. 10 മാസം കഴിഞ്ഞപ്പോ ഒരു കൈക്കുഞ്ഞുമായി റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരാം. ആ സഹോദരിക്ക്, സ്ത്രീക്ക് വിചാരിക്കാമായിരുന്നു, റസൂലുള്ളാഹി ഇതൊക്കെ മറന്നുപോയിട്ടുണ്ടാകും, റസൂലുള്ളാഹി പറഞ്ഞയച്ചതല്ലേ, ഇനി ഞാൻ പോകേണ്ടതില്ല, എനിക്കൊരുപാട് തൗബ ചെയ്യാലോ,
ഇനി ഞാൻ പോകേണ്ടതില്ല എന്ന് ഒരു കൈക്കുഞ്ഞുമായ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയാ, റസൂലേ, മാസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഞാൻ വന്നല്ലോ ശുദ്ധീകരിക്കാൻ, എന്നെ പറഞ്ഞു വിട്ടല്ലോ പ്രസവിച്ചിട്ട് വരാൻ. ഇതാ ഞാൻ പ്രസവിച്ചിട്ട് എന്റെ കുഞ്ഞുമായിട്ടാണ് വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ആയിട്ടില്ല, ആ കുഞ്ഞിന് മറ്റൊരു അവകാശം കൂടിയുണ്ട്. 2 വർഷക്കാലം നീ മുലയൂട്ടണം, പോയി മുലയൂട്ടിയിട്ട് വാ. 2 വർഷക്കാലം കഴിഞ്ഞു. മുലയൂട്ടി കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ സ്ത്രീ മറ്റൊരു സ്ത്രീയെ കൂട്ടിയിട്ടാണ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ കുട്ടിയുടെ മുല കുടിക്കുന്ന കാലം, പാലൂട്ടുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. എന്റെ കുട്ടിയെ നോക്കാൻ ഇതാ മറ്റൊരു സ്ത്രീ തയ്യാറാണ്. ഞാനിതാ എന്നെ ശുദ്ധീകരിക്കണം, എന്നെ എറിഞ്ഞുകൊള്ളണമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എന്താണ് ഈ ഏറ്റുപറയുന്നത്? അവരാരെയാണ് ഭയപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞുകൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അവർ ഭയപ്പെട്ടത് ഒന്നിനെ മാത്രമാണ്, ഖുൽ നാറു ജഹന്നമു അശദ്ദു ഹർറാ. ആ നരകാഗ്നിയാണ് അവർ ഭയപ്പെട്ടത്. അവരാഗ്രഹിച്ചത് സ്വർഗമാണ്. മാലാ ഐനുൻ റഅത് വലാ ഉസ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗം, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സ്വർഗം. മനുഷ്യരെ, നിങ്ങളുടെ മനസ്സിന്റെ ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത അത്രയ്ക്കും മനോഹരമായ മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുന്ന സ്വർഗം. അതാണ് അവർ ആഗ്രഹിച്ചതും, ആ നരകത്തെയാണ് അവർ ഭയപ്പെട്ടതും. നമ്മൾ അറിയണം സഹോദരിമാരെ, സഹോദരങ്ങളെ, അതിനാണ് റമദാൻ. ഏറ്റുപറയാൻ കഴിയണം. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മളൊക്കെ മോശക്കാരാണ് എന്ന അർത്ഥത്തിലല്ലോ ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിലോ ഇന്നുകളിലോ ഒക്കെ സംഭവിച്ച എവിടെയെങ്കിലും അവശേഷിക്കുന്ന ഒരു തിന്മയുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് മനസ്സ് ശുദ്ധിയാക്കി അസ്തഗ്ഫിറുല്ലാ എന്നൊരു1000 വട്ടം പറയാൻ പറ്റിയ മാസമാണ് റമദാൻ എന്ന് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ തിരിച്ചറിയണം. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ റമദാൻ ഖുർആനിന്റെ മാസമാണെന്ന്. നമ്മളൊക്കെ സാധാരണ റമദാൻ വരുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ തീരുമാനിക്കും, റമദാൻ ആവട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് 1-2 പ്രാവശ്യമൊക്കെ ഖത്തം തീർക്കണം. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ആദ്യത്തെ ഒരു 5 ദിവസം 6 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് പേജുകൾ കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ കണക്കൂട്ടിയേക്കാളും കൂടുതൽ പേജ് കഴിഞ്ഞിട്ടുണ്ടാവും. 15 ദിവസം കഴിയുമ്പോൾ കാണാം അതിന്റെ പകുതിയായിട്ടുള്ളൂ, അല്ലേ? 25 ആവുമ്പോഴാണ് നമ്മൾ ബേജാറ്, പടച്ച റബ്ബേ പകുതി പോലെ ആയിട്ടില്ലല്ലോ, ഇനി എത്രയോ ഉണ്ട് മുന്നിലേക്ക്. ഈ വർഷം അങ്ങനെ ആവരുത്, ഈ വർഷം അങ്ങനെ ആവരുത്. എല്ലാ വർഷവും റമദാൻ 30 തന്നെ, അല്ലെങ്കിൽ റമദാനിലെ 29 തന്നെ ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കാണരുത്. 29 കണക്കൂട്ടാ, 30 കിട്ടിയാൽ ഭാഗ്യമെന്ന് മനസ്സിലാക്കാം. പെട്ടെന്ന് പോകും റമദാൻ. അയ്യാമു മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളാ. മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളാണ്, പെട്ടെന്ന് പോകും. എല്ലാ വർഷവും പറയാറുള്ളത് പോലെ ഈ വർഷവും നിങ്ങൾ പറയും, നമ്മൾ പറയും. എത്ര പെട്ടെന്ന് റമദാൻ പോയത് പറയാറില്ല നമ്മൾ? ഈ വർഷവും നമ്മൾ പറയും. അതുകൊണ്ട് എനിക്ക് കഴിയില്ലാന്ന് ഒരാളും പറയണ്ട, ആരും പറ. അള്ളാഹ്ക്കറിയാലോ നമുക്ക് ജോലി തന്നതാരാ? അള്ളാഹു അല്ലേ? നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്നതാരാ? അള്ളാഹുവാണ്. നമുക്ക് മക്കളെ തന്നതാരാ? അള്ളാഹുവാണ്. നമുക്ക് ഇണകളെ തന്നതാരാ? അള്ളാഹുവാണ്. സമാധാനവും സന്തോഷവും നൽകിയവനാരാ? അവൻ അള്ളാഹുവാണ്. എങ്കിൽ ആ റബ്ബിന് വേണ്ടി റമദാനിൽ എനിക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട്. അതിന്റെ ഭാഗമാണ് ഒരു പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ഖത്തം തീർക്കണം. എല്ലാവരോടായിട്ട് പറയാം, ഡ്യൂട്ടിയുണ്ട്, തിരക്കുണ്ട്, ഒക്കെയുണ്ട്. ദുനിയാവിന് വേണ്ടി 12ഉം 13ഉം 15ഉം മണിക്കൂർ അധ്വാനിക്കുന്നവരെ ഒരു ഒരു ദിവസത്തിൽ വിശുദ്ധ ഖുർആന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്കൊരു തവണയെങ്കിലും പൂർത്തിയാക്കാൻ കഴിയും. ഉറപ്പാണ്, ഉറപ്പാണ്. ഓരോ വഖ്ത് നമസ്കാര ശേഷവും കഴിയുന്നവർ ഒരു 10 മിനിറ്റ് ഖുർആന് വേണ്ടി മാറ്റിവെച്ചാൽ ഉറപ്പാണ് വളരെ എളുപ്പത്തിൽ ഖുർആൻ ഓതി തീർക്കാൻ നമുക്ക് കഴിയും. സഹോദരിമാർക്കൊക്കെ അതിന് സാധിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു പരാതിയാണെന്ന്, എനിക്ക് ഡ്യൂട്ടിയാണ്, പ്രശ്നമാണ്. ഒക്കെ ആയിക്കോട്ടെ, ഡ്യൂട്ടി ആയിക്കോട്ടെ. ഈ ഡ്യൂട്ടിയുടെ പേരിലെങ്ങാനും നമ്മുടെ സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ നമ്മൾ അലംഭാവം, മനസ്സത കാണിച്ചാൽ അള്ള വിചാരിക്കാണ് അവർക്ക് ഡ്യൂട്ടി കൊടുത്തത് കൊണ്ടാണല്ലോ, തിരക്ക് കൊടുത്തത് കൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് തൽക്കാലം തിരക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം, ഡ്യൂട്ടി എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം എന്ന് പടച്ചോൻ വിചാരിച്ചാലോ? റബ്ബ് കുറച്ച് മുമ്പ് വിചാരിച്ചില്ലേ? കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിൽ വെറുതെ ഇരുന്നില്ലേ? റബ്ബിന് അത്ര പ്രയാസമൊന്നുമില്ല കേട്ടോ. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, പിടുത്തം ശക്തിയായിരിക്കും. നമ്മൾ വിചാരിക്കും എനിക്കെല്ലാ സൗകര്യമുണ്ട് അല്ലേ? നമ്മളൊക്കെ ചില സമയത്ത് ചില ആളുകളൊക്കെ പറഞ്ഞേക്കാം, ഓഫീസിലെത്തി 2ാമത്തെ ദിവസം അല്ലെങ്കിൽ ഓഫീസിലെത്തിയപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ബോർഡിൽ ഇന്ന ആളെ കഴിഞ്ഞു, ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ടെർമിനേഷൻ ലെറ്റർ കിട്ടിയിരിക്കുന്നു. പേടിയാണ് പലർക്കും.
വിദേശികളാണ്. ഏത് സമയത്തും നാട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ പോകേണ്ടി വരും എന്ന് പേടിക്കുന്നവരാണ്. ഒരാൾക്ക് പോലും ജോലിയിൽ ഉറപ്പുണ്ട് എന്ന് പറയാൻ കഴിയാത്തവരെ അത് അല്ലാഹു തന്ന അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ, തിരിച്ചറിയുന്നുവെങ്കിൽ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, അല്ലാഹു നിങ്ങൾക്ക് ഖുർആനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. സൂറത്തുൽ ഖമറിൽ ആവർത്തിച്ചു പറഞ്ഞൊരായത്താണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. യെസ് അല്ലേ, ആവർത്തിച്ചു പറഞ്ഞ ഒരായത്താണ്. എന്തിനാ ആവർത്തിച്ച് പറഞ്ഞത്? അല്ലാഹു നമ്മളോട് പറയാൻ എളുപ്പാണ് കേട്ടോ. നേരത്തെ ഇവിടെ ഗഫൂർ ഉസ്താദ് പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ പാരായണവും അതുമായി ബന്ധപ്പെട്ട പഠനവും പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഹലാവ ഖുർആൻ പാരായണ മത്സരം. വിശുദ്ധ ഖുർആൻ വിജ്ഞാന പരീക്ഷ. എത്ര പേർ അതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്? എത്ര പേർ അതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്? എത്ര പേർ ഈ കഴിഞ്ഞ വർഷത്തെ ജുസ് ഒരു പ്രാവശ്യം വായിക്കാൻ 365 ദിവസം വേണ്ട, 300-ലേറെ ദിവസങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിട്ട് ആ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ നമ്മുടേതായ ഭാഷയിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി നമ്മുടെ മുന്നിലേക്ക് തന്നിട്ട് ഒരാവർത്തിയെങ്കിലും ഞാനത് പൂർത്തിയായി വായിച്ചിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്? ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഒന്നാലോചിക്കാൻ വേണ്ടി മാത്രം പറയാം. അമാനിമൂലയുടെ തഫ്സീറിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? 25 വർഷക്കാലം മറ്റെല്ലാം ഒഴിവാക്കി വിശുദ്ധ ഖുർആനിന് വേണ്ടി സമയം ചെലവഴിച്ച് അതും മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാ മർഹൂം അമാനി മൗലവി വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ പൂർത്തിയാക്കിയത്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാ. അദ്ദേഹത്തെ കണ്ടവർ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നെറ്റിയുടെ ഈ ഭാഗത്ത് കറുത്ത ഒരടയാളമുണ്ടായിരുന്നു. എന്തെന്നറിയോ? മണ്ണെണ്ണ വിളക്കിന്റെ ആ പുക ഉണ്ടല്ലോ, അതിങ്ങനെ ചൂടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഭാഗം കറുത്തുപോയിരുന്നു എന്ന് അദ്ദേഹത്തെ കണ്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരായുഷ്കാലത്തിന്റെ ജീവിതത്തിന്റെ പകുതിയോളം വിശുദ്ധ ഖുർആനിന് വേണ്ടി മാറ്റിവെച്ചത് എന്തിനെ? ഈ സമുദായത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി. നമുക്കറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ. നേരത്തെ ഓതിയില്ലേ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ, അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പരാതി പറയും, وقال الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവേ, എന്റെ ഈ ജനത അവർ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ് അല്ലാ, അവർ മാറ്റിവെച്ചവരാണ് അല്ലാ എന്ന് പരാതി പറയുന്നവരിൽ നമ്മൾ ഉണ്ടാകരുത് എന്നതിനാണ് ഇത്ര ഗൗരവത്തോടും ശബ്ദത്തോടും കൂടി ഈ കാര്യം പറയുന്നത്. തീരുമാനിക്കണം. ഈ റമദാനിൽ ഒരു പ്രാവശ്യമെങ്കിലും സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മളെ മക്കളോട് പറയണം. അപ്പോൾ പറയാം, അവർക്ക് പരീക്ഷ ഉണ്ട്, അവർക്ക് എക്സാം ഉണ്ട്, അവർക്ക് ഭയങ്കര തിരക്കാണ്. ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ ആ മക്കള് ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ, നാളെ സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ പ്രവേശിക്കണമെങ്കിൽ, റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നില്ലതി വഅത്തഹും വമൻ സ്വലക മിൻ ആബാഇഹിം വഅസ്വാജിഹിം വസുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, വിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ നാഥാ, ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ. ഞങ്ങളെ മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം, അല്ലാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥനയാണിത്. അവർ പ്രാർത്ഥിക്കുകയാണ്, വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ വാപ്പമാരെ, അതേപോലെ തന്നെ വഅസ്വാജിഹിം, അവരുടെ ഇണകളെ, വസുർരിയാതിഹിം, അവരുടെ മക്കളെ. വാപ്പാനെ, ഉമ്മാനെ, മക്കളെ ഒക്കെ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. പക്ഷെ അവർ പറഞ്ഞൊരു വാക്കുണ്ട് ആദ്യം, വമൻ സ്വലഹ. എല്ലാ വാപ്പാനും ഉമ്മാനൊന്നല്ല. ആരാണത്? സ്വാലിഹീങ്ങളായ വാപ്പ, സ്വാലിഹീങ്ങളായ ഉമ്മ, സ്വാലിഹത്തായ മക്കള്. അല്ലാഹു കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ റമദാനിൽ കഴിയുന്നത്ര എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യാം. ഇനി ക്ലാസ്സിൽ ഒരു തവണയെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരു തവണ തന്നെ പൂർത്തിയാക്കണം എന്നല്ല കേട്ടോ. നേരത്തെ തീരുമാനിക്കുക 2 തവണയെങ്കിലും ചുരുങ്ങിയത്. എനിക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ 3 തവണ പൂർത്തിയാക്കി. ഞാൻ അങ്ങനെ ആലോചിക്കാം, 3 തവണ ഒക്കെ പൂർത്തിയാക്കാൻ കഴിയൂലേ? കഴിയുന്നവരുണ്ട്. നമ്മളെ 2 ഇങ്ങനെ അവിടെ ഇവിടെ തട്ടിച്ചിട്ടാണ് എത്തിക്കുന്ന പലരും. അങ്ങനെ തീരുമാനിക്കുക. 2 തവണയെങ്കിലും തീരുമാനിച്ചാൽ, ഒരു തവണയെങ്കിലും അല്ലാഹുവേ എനിക്ക് തൗഫീക്ക് നൽകിയാൽ 2 തവണ
ഞാൻ അതല്ലെങ്കിൽ ഒരു തവണയെങ്കിലും എന്നുള്ള രൂപത്തിൽ ഓരോരുത്തരും തീരുമാനിക്കണം എന്ന വിഷയത്തിൽ പറയട്ടെ. നേരത്തെ ഇവിടെ സഫർ ഉസ്താദ് പറഞ്ഞല്ലോ, റമദാൻ കാരുണ്യത്തിന്റെ മാസമാണ്, സദഖയുടെ മാസമാണ് റമദാൻ. സദഖയും റമദാനും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. സദഖയും റമദാനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സദഖക്ക് വലിയ പ്രതിഫലം. ആളുകളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, റമദാനായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? സദഖ ചെയ്യും. എന്തിനാ? സദഖക്ക് വലിയ പ്രതിഫലമാണ്. പക്ഷെ നമ്മളെന്താ പറയാന്നറിയോ? അതൊക്കെ വലിയ മുതലാളിമാരല്ലേ, അതൊക്കെ എൻ്റെ ഭർത്താവുമല്ലേ, എനിക്ക് ജോലിയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ എന്തൊക്കെ പൈസ ഒന്നുമില്ലല്ലോ സഹോദരിമാർ പറയും. നമ്മളെ ആളുകൾ പറയുന്നത് അറിയോ? അതൊക്കെ വലിയ പൈസക്കാരല്ലേ, അതൊക്കെ വേറെ ആൾക്കാരല്ലേ, ഞാനല്ലല്ലോ അതൊന്നും ചെയ്യേണ്ടത് എന്ന് ചില ആളുകൾ പറയും. രണ്ടും ശരിയല്ല. ഉള്ളതിനനുസരിച്ച് സദഖ ചെയ്യുക. ഒരാൾ 1000 ചെയ്യുമ്പോൾ 1000 റിയാൽ കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ, അത് അള്ളാഹ്ക്കറിയാം. ആ 1000 ഒന്നും ഒരു പക്ഷെ അള്ളാഹിൻ്റെ അടുത്ത് സെയിം ആയിരിക്കും. ആളുകളുടെ അടുത്ത് കുറച്ചൊക്കെ ആയിരിക്കും, അള്ളാഹിൻ്റെ അടുത്ത് അതൊന്നായി മാറും. നമ്മളെ നെയ്യത്തും മനസ്സും പോലെയാണ്. എനിക്ക് എന്താണുള്ളത് അതിനനുസരിച്ച് ഞാൻ കൊടുത്താൽ തിരിച്ചു തരും റബ്ബ്, ഉറപ്പാണ്. ചോദിക്കാതെ തന്നില്ലേ പലതും അല്ലേ? എങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് തരും, ഇവിടെയല്ലെങ്കിൽ പരലോകത്ത്. പരലോകത്ത് ഇങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു വലിയ കൂമ്പാരമായി ഉയർന്നു നിൽക്കുന്ന നിങ്ങളുടെ സ്വതക്കയും നിങ്ങളുടെ സ്വതക്ക വളർന്നു വലുതായി വലിയ കൂമ്പാരമായി നിൽക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പൊക്കെ പിന്നെ അത് വലിയ പ്രശ്നമല്ല. കുറെ മുമ്പൊക്കെ ഗൾഫിൽ കൊന്ന ആൾക്കാർക്കറിയാം. പിന്നെ നാട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ടാൽ പിന്നെ എന്താ ഈ ആളുകളൊക്കെ അല്ലേ, ഷാവുൽക്ക സാബിർക്കോടൊക്കെ ചോദിച്ചറിയാൻ പറ്റും. കുറെ 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, അങ്ങോട്ട് പോകാം. അന്ന് ഈ സാധനമൊന്നുമില്ല, വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കിൽ ഒന്നുമില്ലല്ലോ. ഫോട്ടോ പോലും ചിലപ്പോൾ കാണൂല മക്കളെ. പോന്നപ്പോൾ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു, പ്രസവിച്ചു എന്നിങ്ങനെ അറിഞ്ഞു, കത്തിലൂടെ അറിഞ്ഞു. ഫോണൊക്കെ വളരെ അപൂർവല്ലേ. ചിലത് പിന്നെ കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടാണ്. നമ്മൾ അന്ന് പോയി ആ കുട്ടിയെ കണ്ടപ്പോൾ ചെറിയ 1 വയസ്സുള്ള മോനെ കണ്ട് തിരിച്ചു പോന്നതാ. പിന്നെ നമ്മൾ പോലും ചെല്ലണ 2 വർഷം കഴിഞ്ഞിട്ടാണ്. കുട്ടിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 3 വയസ്സായിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിൽ ആ കുട്ടിയെ കാണുന്ന നിമിഷം വരെ ആ കുട്ടി ഏതായിരിക്കും? ചെറിയ കുട്ടിയായിരിക്കും. ആ കുട്ടി അവിടെ ചെന്ന് നേർക്കുനേരം ഇങ്ങനെ കാണുമ്പോഴാണ് പടച്ചോനെ 3 വയസ്സായ കുട്ടി. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദുബായിൽ പോയിരുന്നു. അവിടെ മുൻപ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 2007 മുതലുള്ള കുട്ടികളുടെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. അവിടെ എല്ലാവരും കൂടി. സത്യത്തിൽ എൻ്റെ ചുറ്റും ഇങ്ങനെ കുട്ടികളിരിക്കുന്നുണ്ട്. ഒരു കുട്ടിയെപ്പോലും എനിക്ക് മനസ്സിലായില്ല, ഒരു കുട്ടിയെപ്പോലും. 2016 15 അവസാനത്തിൽ അവരോട് യാത്ര പറഞ്ഞു പോന്നിട്ട് പിന്നെ ആ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കാണുന്ന 9 വർഷത്തിന് ശേഷം ഇപ്പോഴാണ്. ആ കുട്ടികളൊക്കെ അടുത്തിരുന്നിട്ട് ഞങ്ങളുടെ പണ്ടത്തെ കഥകൾ ഇങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്. ഷമീർ ഉസ്താദ് അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ കുട്ടികൾ ഇങ്ങനെ പറയണം. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഇവൻ ആരാണ്, ഇവൻ്റെ പേരെന്താണ്? പിന്നെ ആ കുട്ടി ഇങ്ങനെ പറയുമ്പോഴാണ് ഇങ്ങനെ ഓർത്തെടുക്കണത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ മക്കളെ സംബന്ധിച്ച പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വാട്സപ്പിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വളർച്ച അറിയാം. ഞാനത് പറയാനുള്ള കാരണം എന്നറിയോ? നമ്മൾ കൊടുത്ത സ്വതക്ക അത് പരലോകത്ത് നിന്ന് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കൊടുത്ത 1 റിയാലായിരിക്കും, 2 റിയാലായിരിക്കും. നാളെ പരലോകത്തെത്തുമ്പോൾ അത് വലിയ കൂമ്പാരമായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്നത്. അതാണ് സ്വതക്കയുടെ പ്രതിഫലം. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഒരുപാട് ആളുകൾ ഇവിടെ പ്രയാസപ്പെടുന്നവരുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ മസ്കറ്റിൻ്റെ പല ഭാഗങ്ങളിലും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ കിറ്റ് എത്തിച്ചപ്പോഴേ, നിങ്ങൾ കണ്ടില്ലേ നേരത്തെ വീഡിയോയിൽ, ആ കിറ്റ് എത്തിച്ചപ്പോഴേ എത്ര പേരാണെന്നറിയോ? പട്ടിണി, അത്ര വലിയ പട്ടിണിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സന്തോഷത്തോടു കൂടി വാങ്ങിയവർ, അത് കൊടുത്തവർക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിച്ചവർ അല്ലേ. ഇപ്പം ഇന്നലെ ഒരാളെ കുറിച്ചുകൂടെ പറഞ്ഞു കേട്ടു. വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു സഹോദരൻ, മലയാളിയല്ല. നമുക്കത് കൊടുക്കാൻ കഴിയും. ഒരു പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും വലിയ ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കിറ്റിന് 10 റിയാലേ വരുന്നുള്ളൂ. നിങ്ങളെ വിളിച്ചുകൂട്ടി കിറ്റ് വാങ്ങാൻ വേണ്ടി പറയല്ല കേട്ടോ. ഇതിൻ്റെ പ്രോത്സാഹനം, പരലോകത്ത് ലഭിക്കുന്ന പ്രാധാന്യവും അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയാം. ഞാൻ അറിയാതെ പോയല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറയാം. വലിയ പ്രതിഫലമാണ്. ഒരു കിറ്റിന് 10 റിയാൽ നമ്മൾ കൊടുത്താൽ ഒരു പക്ഷെ നമ്മൾ തന്നെ മറന്നുപോയിട്ടുണ്ടാകും. ആർക്കത് കിട്ടുന്നു എന്ന് നമുക്കറിയില്ല. ആ കിട്ടിയ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മോൻ അൽഹംദുലില്ലാ എന്നെങ്ങാനും മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ അത് മതിയാകും. നമുക്ക് തീരുമാനിക്കണം, ഉള്ളവരൊക്കെ തീരുമാനിക്കണം. എല്ലാവരോടും അങ്ങനെ പറയുന്നല്ല. എനിക്ക് ആ 10 റിയാൽ കൊടുക്കാൻ കഴിയുമോ? ഞാനത് കൊടുക്കുന്നു. അവകാശികൾക്ക് എത്തട്ടെ. നാളെ പരലോകത്ത് നമുക്ക് തിരിച്ചു കിട്ടും. സ്വതക്ക ചെയ്യുന്നത് ഈമാനിന്റെ അടയാളമാണെന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. കാരണം എന്തെന്നറിയോ?
ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് അത് മറ്റൊരുത്തന് എടുത്തു കൊടുക്കാനുള്ള മനസ്സ് അത് സാധാരണക്കാർക്ക് ഉണ്ടാവില്ല. പിന്നെ ചിലർ കൊടുക്കും, എന്റെ പേര് പത്രത്തിൽ വരാനും 4 ആൾ അറിയാനും. എന്നാൽ വിശ്വാസി അങ്ങനല്ല. ആരറിയുന്നില്ല ഞാൻ ആർക്ക് കൊടുത്തു, എനിക്കാര് തന്നു, 2 പേരും അറിയുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കത് കിട്ടും എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. ദുആയുടെ മാസമാണ് റമദാൻ. അല്ലാഹുവോട് പരമാവധി നമ്മൾ ചോദിക്കാം, ആവശ്യമുള്ളതൊക്കെ ചോദിക്കാം. ആവശ്യമില്ലാത്തതാരാ? ആവശ്യമില്ലാത്തവരൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും ഇല്ലേ? ഭൗതികമായ ആവശ്യങ്ങളുള്ള കുറേ ആളുകളില്ലേ? വീട് വെക്കാൻ കഴിയാത്തവർ, വീടിന്റെ പണി നടക്കുന്നവർ, ഒരു വീട് വെക്കണമെന്ന ആഗ്രഹവുമായി നടക്കുന്നവർ, മക്കളെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, മക്കൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ എക്സാമായി ആ മക്കൾക്ക് നല്ല മാർക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്തൊക്കെ ആഗ്രഹമാണ്. അസുഖമുള്ളവർ, കുടുംബത്തിൽ പ്രയാസപ്പെടുന്നവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എഴുതി തീരൂല നമുക്ക് അല്ലേ? അത്രയേറെ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ തീർക്കാനുള്ള മാസമാണ് റമദാൻ. ചോദിക്കണം, എല്ലാം ചോദിക്കണം, ആവശ്യമുള്ളതൊക്കെ ചോദിക്കണം. തരാമെന്ന് പടച്ച റബ്ബാ പറഞ്ഞത് എവിടെ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ. എപ്പോഴാ പറഞ്ഞത്? നേരത്തെ ഇവിടെ ഖിറാഅത്തിൽ നമ്മൾ കേട്ടു, അതിനുശേഷം വീണ്ടും നമ്മൾ കേട്ടു. നോമ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറഞ്ഞ വാചകം വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. പ്രവാചകരെ, എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ അവരോട് പറയണം, എന്റെ അടിമകൾ ചോദിച്ചാൽ താങ്കൾ പറയണം, ഞാൻ അവരുടെ അടുത്താണ്, അവരെന്ത് ചോദിച്ചാലും ഞാൻ നൽകുമെന്ന് അവരോട് പറയണം നബിയേ. എന്ത് ചോദിച്ചാലും നൽകും. ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട്. എന്താണ് 2 സന്തോഷം എന്ന് പറഞ്ഞാൽ? ഇന്ന ലിസ്വാഇമി ഇൻദ ഫിത്രിഹി ലദഅവതും മാ തുറദ്ദു, നോമ്പ് തുറക്കുന്ന സമയമാണൊന്ന്. എന്താണ് നോമ്പ് തുറക്കുന്ന സമയത്തെ സന്തോഷം? അള്ളാഹുവോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്ന സമയമാണത്. കണ്ടോ, നോമ്പുകാർക്ക് 2 സന്തോഷം. അതിലൊരു സന്തോഷപ്പെടാ നോമ്പ് തുറക്കുന്ന സമയത്തെ സന്തോഷം. ഇത്ര നേരം നോമ്പെടുത്തിരിക്കായിരുന്നു, ഇതാ തലശ്ശേരി വിഭവം വേറെ, കോഴിക്കോട് വിഭവം വേറെ, അവിടുന്ന് പോയിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറേ റെഡിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നോമ്പിന്റെ സന്തോഷം കേട്ടോ, അതല്ല നോമ്പിന്റെ സന്തോഷം. ഞാൻ നോമ്പ് തുറക്കാൻ സമയത്ത് ഞാൻ എന്ത് ചോദിച്ചാലും അല്ലാഹ് തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ നോമ്പിന് മക്കളോട് പറയണം, മക്കളെ വാപ്പാന്റെ ആവശ്യം ഇതാണ്, മക്കളെ ഉമ്മാന്റെ ആവശ്യം ഇതാണ്. ഭാര്യയോട് പറയണം എന്റെ ആവശ്യം ഇതാണ്, ഭർത്താവിനോട് പറയണം എന്റെ ആവശ്യം ഇതാണ്. ഇതൊന്ന് ചോദിക്കണം കേട്ടോ ഇന്നത്തെ നോമ്പിന്. പറഞ്ഞൂടെ നമുക്ക്? ആവശ്യം മക്കളെ കൊണ്ട് ചോദിപ്പിക്കേ. നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബോസിന്റെ അടുത്തോ നമ്മുടെ മേലുള്ള ആളുകൾ എത്ര പ്രാവശ്യം നമ്മൾ ചോദിച്ചു വാങ്ങൂലേ? മക്കൾക്കൊരാവശ്യം ഉണ്ടെങ്കിൽ വാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് എത്ര പ്രാവശ്യം ചോദിപ്പെടും അല്ലേ? അള്ളാഹിനോട് ചോദിക്കാം. നമ്മള് തരാന്ന് പടച്ച റബ്ബിന്റെ പ്രവാചകനോട് പടച്ച റബ്ബ് നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റമദാനിലെ ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ആവശ്യങ്ങള് അള്ളാഹുവോട് ചോദിച്ചു വാങ്ങാൻ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ആ സമയത്ത് ഭയങ്കര തിരക്കമ്മള് അല്ലേ? എന്നും നോമ്പ് തുറക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് റെഡി ആവണമെന്നൊക്കെ ആഗ്രഹിക്കും. എന്നാൽ നോമ്പ് ബാങ്ക് കൊടുത്താൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ എന്താവൂല, റെഡി ആയിട്ടുണ്ടാവൂല. പക്ഷെ അവിടെ പലപ്പോഴും പ്രയാസപ്പെടുന്ന സഹോദരിമാരാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാനും നമുക്ക് വേണ്ടി തയ്യാറാക്കാനും അവർ കഷ്ടപ്പെടുമ്പോ ബാങ്ക് പോലെ നമ്മളിങ്ങനെ വിളിച്ചോരെങ്കിച്ചേ ബാങ്ക് കൊടുത്തിട്ടോ വേമ്പ അല്ലേ? ആലോചിച്ച് നോക്കുങ്ങളെ. അല്ല, ബാങ്കിന്റെ സമയം ഇന്നതാണെങ്കിൽ അതിന്റെ ഒരു 5 മിനിറ്റ് എന്ത് പണിയുണ്ടെങ്കിലും ഒഴിവാക്കണം. എന്തിനാ അങ്ങനെ പറയുന്നറിയോ? നമുക്ക് ആ സമയം പിന്നെ തിരിച്ചു കിട്ടൂല. ഇന്ന് നോമ്പിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ നാളത്തെ നോമ്പിനാണ്. ഇന്നത്തെ സമയം പോയി. അതുകൊണ്ട് എല്ലാവരും തീരുമാനിക്കങ്ങള്, എല്ലാവരും എല്ലാ തിരക്കും ആ സമയത്ത് ഒഴിവാക്കി. ഞാൻ നിങ്ങളോടൊക്കെ പറയാം, ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ഭയങ്കര തിരക്കാണ് എല്ലാവർക്കും. തിരക്കില്ലെങ്കിൽ പിന്നെ നമ്മളില്ല, തിരക്കുണ്ടായിക്കോട്ടെ. ആ തിരക്കിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി, എങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. തിരക്കൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഈ നോമ്പ് തുറക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു 5 മിനിറ്റ് മുമ്പ് റെഡിയായി കാത്തിരിക്കാൻ നമുക്ക് കഴിയണം.
ബാങ്ക് കൊടുക്കുന്ന സമയം ഇങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഒറ്റ ഓട്ടാണ് പള്ളിക്ക്. അവിടെ എത്തുമ്പോഴും ഒരു കാരക്ക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓടും. നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഒരാളെങ്കിലും തരുമെന്ന് കാരക്കാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ നോമ്പ് പറഞ്ഞിട്ടുണ്ടാവും. അവരൊക്കെ അള്ളാഹിനോട് ചോദിച്ചും കഴിഞ്ഞിട്ടുണ്ടാവും. പോരാ, ഈ റമദാനിൽ അങ്ങനെ പാടില്ല. അള്ളാഹ് ആയുസ്സിട്ട് തന്നാൽ, നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞില്ലേ, അടുത്ത റമദാനെ കണ്ടുമുട്ടുന്ന ആർക്കാ ഉറപ്പുള്ളത്? നമ്മളെ കുടുംബങ്ങളിലേക്ക് ഒന്ന് നോക്കിയൊക്കെ നിങ്ങൾ. കഴിഞ്ഞ റമദാനുണ്ടായ പലരും ഈ റമദാനുണ്ടോ? ഇല്ല, ഉറപ്പാണത്. അടുത്ത റമദാനിൽ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ഒരുപക്ഷെ അടുത്ത റമദാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ തീരുമാനിക്കാം. എത്ര തിരക്കുണ്ടെങ്കിലും ശരിയാണ്, ചിലപ്പോൾ പണി ബാക്കി ഉണ്ടാകും, അത് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ തീരുമാനിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ സമയത്ത് അള്ളാഹുവോട് നമ്മൾ നിരന്തരമായി ചോദിക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് കഴിയണം. നോമ്പുകാർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ള റയ്യാൻ എന്ന കവാടം നോമ്പുകാർക്ക് മാത്രമാണ്. അല്ലേ, നമ്മൾ ഗ്രീൻ കാർഡ്, ഗ്രീൻ ചാനൽ എന്നൊക്കെ പറയില്ല, നമ്മൾ നോമ്പുകാർക്കുള്ളതാണ്. അതിലൂടെ നോമ്പുകാർ മാത്രം ഇങ്ങനെ പ്രവേശിക്കുമെന്നാണ്, നോമ്പുകാർക്ക് വേണ്ടി മാത്രമായി. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കും, ഐനസ്വാഇമൂൻ, എനിക്ക് വേണ്ടി നോമ്പെടുത്തവരൊഴികെ എവിടെ? അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തവരെവിടെ? അവിടെ നിന്ന് അവർ എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ആ സമയത്ത് പറയും, നോമ്പുകാരോട് പറയും, റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിച്ചോ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനസ്സിനെ ഒരുക്കണം, ശുദ്ധമാക്കണം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് റമദാനിലേക്ക് പ്രവേശിച്ചാലേ ആ നോമ്പ് അല്ലാഹ് സ്വീകരിക്കൂല, ഉറപ്പാണ്. ആ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട. നമ്മളൊന്നും പിണക്കമുള്ളവരെന്നല്ല. ആരെങ്കിലുമായി പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് മതി, അല്ലെങ്കിൽ ഒരു വാക്ക് മതി, ഒരു കോള് മതി, അവസാനിക്കും. നമ്മൾ ആളുകൾക്ക് വേണ്ടി താഴ്ന്നു കൊടുത്തുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അള്ളാഹുവിന് വേണ്ടി ആരാണോ താഴ്ന്നു കൊടുക്കുന്നത് അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ദറജ ഉയർത്തി കൊടുക്കും. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്ത പ്രശ്നമൊന്നുമില്ല, ഒന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ മതി, അത് അവസാനിപ്പിച്ചോട്ടോ, ഞാൻ എൻ്റെ അടുത്ത് വന്ന വീഴ്ചയാണ്, അവൻ്റെ അടുത്തായിരിക്കും തെറ്റൊക്കെ അല്ലേ, പക്ഷെ എന്നാലും നമുക്കിത് അവസാനിപ്പിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് അവനോട് പറയാം, പ്രശ്നം അവസാനിപ്പിച്ചോ, ഞാൻ സോറി പറയാണ്, അവസാനിച്ചു. അങ്ങനെ അള്ളാഹുവോട് കഴിയുന്നത്ര സഹോദരങ്ങളെ, സഹോദരിമാരെ പറയണം. എല്ലാ മടിയൊക്കെ അവസാനിപ്പിക്കാം. നിസ്കരിക്കാൻ നോക്കുമ്പോൾ ഒരു മടി, തറാവീഹ് നോക്കുമ്പോൾ കൂടുതൽ കൂട്ടുക വരാം അല്ലേ, തറാവീഹ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു പറ്റൂല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ, അല്ലാഹുവേ അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു അല്ലാ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയാണ്, എനിക്ക് മടി ഉണ്ടാവരുത് അല്ലാഹുവേ, അലസത ഉണ്ടാവരുത് അല്ലാഹുവേ എന്ന് സഹോദരങ്ങളെ, സഹോദരിമാരെ പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് തരുന്ന വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആളുകളായിട്ട് പിണക്കം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പരലോകത്തെന്നാൽ ആ കർമ്മം അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ട. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ വാചകം, അതദറൂന മനിൽ മുഫ്ലിസ്, സ്വഹാബ ആരാണെന്നറിയുമോ നിങ്ങൾക്ക്? മുഫ്ലിസായ പാപ്പരായ ആളുകൾ. ആരാണ് പാപ്പരായ ആളുകൾ? സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്കിടയിൽ പണമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, ജീവിക്കാനുള്ള സൗകര്യമില്ലാത്തവർ, അവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പർ. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിലെ പാപ്പർ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അവൻ വരും. അവൻ വരുന്നത് എങ്ങനെയാണ്? ബിസ്വലാത്തിൻ വസിയാമിൻ വസക്കാത്തിൻ, അവൻ നോമ്പെടുത്തിട്ടുണ്ട്, അവൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, അവൻ നമസ്കരിച്ചിട്ടുണ്ട്, ധാരാളമായി നമസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് നോമ്പെടുത്ത് നാളെ റബ്ബിന്റെ മുന്നിൽ വരും. പക്ഷേ അതോടൊപ്പം അവൻ മറ്റൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, മറ്റൊരു പെണ്ണിനെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാകും, മറ്റൊരുത്തന്റെ ധനം അപഹരിച്ചിട്ടുണ്ടാകും. അങ്ങനെ മറ്റുള്ളവരുമായി പിണങ്ങിയും പ്രയാസപ്പെട്ടും നടന്ന് ജീവിച്ച് ഉപദ്രവിച്ച് ജീവിച്ച ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോ ഇവന്റെ ഓരോ നന്മകളും ഇവൻ ആരെയാണോ ചീത്ത പറഞ്ഞത് അവർക്കെടുത്തു കൊടുക്കും, ഇവൻ ആരുടെ ധനമാണോ പറ്റിച്ചത് അവർക്കെടുത്തു കൊടുക്കും. ഇങ്ങനെ ഇവനാൽ ഉപദ്രവിക്കപ്പെട്ട ആളുകൾക്കതാ ഇവന്റെ ഓരോ നന്മകളും എടുത്തു കൊടുക്കുകയാണ്. അവസാനം നന്മകൾ തീർന്നു പോയാൽ
ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ദാ മാ അലൈഹി. അങ്ങനെ ഇവന്റെ നന്മകൾ തീർന്നു പോയാൽ മറ്റുള്ളവരുടെ തിന്മകൾ അതാ ഇവനിലേക്ക് ചാർത്തപ്പെടുകയാണ്. അവസാനം ഉഖിദ മിൻ ഖതായാഹും ഫതുരിഹത് അലൈഹി, അവനതാ നരകത്തിന്റെ അവകാശിയായി മാറുകയാണ്. ഇവന്റെ മേലേക്ക് എല്ലാ തിന്മകളും എടുത്ത് ചാർത്തപ്പെടുകയാണ്. സുമ്മ തുരിഗ ഫിന്നാർ, പിന്നവൻ നരകത്തിൽ വലിച്ചെറിയപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നോമ്പ് എടുക്കുന്നു, റമദാനിൽ ജീവിക്കുന്നു, സദക്ക ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നിസ്കരിക്കുന്നു, ശരി, അതൊക്കെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ശുദ്ധിയാവണം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആർക്കാണോ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിച്ചത് അവൻ വിജയിച്ചിരിക്കുന്നു. ആരുടെ മനസ്സാണോ മലീമസമായി പോയത് അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. റമദാനിലെ ഉംറയെ കുറിച്ച് പറയുന്നുണ്ട്. പറയട്ടെ, നിങ്ങളോട് ആർക്കെങ്കിലും കഴിയുന്നുവെങ്കിൽ റമദാനിൽ ഒരു ഉംറ ചെയ്യണേ. റമദാനിൽ ഉംറ ചെയ്യാൻ കഴിയുന്നവരെ, സാമ്പത്തികമായി അതിന് കഴിയുന്നവരെ, അതേപോലെ തന്നെ അതിന് അവസരം ലഭിക്കുന്നവരെ, റമദാനിലെ ഉംറയെ കുറിച്ച് റസൂലുള്ളാഹിന്റെ വാചകം, ഫഇദാ ജാഅ റമദാനു ഫഅതമിരി ഫഇന്ന ഉംറതൻ ഫീ റമദാന തഅദിലു ഹജ്ജ. റമദാൻ വന്നാൽ നീ ഉംറ ചെയ്യണം. കാരണം റമദാനിലെ ഉംറ ഒരു ഹജ്ജിന് തുല്യമാണ്. റമദാനിൽ ആരെങ്കിലും ഉംറ ചെയ്താൽ ഹജ്ജിന്റെ പ്രതിഫലമാണ്. വഫീ റിവായത്തിൻ തഅദിലു ഹജ്ജതൻ മഈ, മറ്റൊരു റിവായത്തിൽ കാണാം അത് എന്നോടൊപ്പം ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ്. റസൂലുള്ളാഹിനോടൊപ്പം ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഒരു ഉംറ ചെയ്താൽ. കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ചിലപ്പോൾ ലീവൊന്നും കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എനിക്ക് പോയി വരാനൊക്കെ കഴിയുമെങ്കിൽ ഒറ്റ ദിവസത്തോണ്ടൊക്കെ പോയിക്കോ വരാലോ, ഒരു ഉംറ ചെയ്യാലോ. കഴിയുന്നവരങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ ഞാനിത് പറയണത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് പടച്ച റബ്ബിന് വേണ്ടി നമ്മൾ ധാരാളമായിട്ട് എന്ത് ചെയ്യണം? ഈ റമദാനിൽ ഉപയോഗപ്പെടുത്തണം സ്വർഗത്തിന് വേണ്ടി. നമ്മൾ പോകേണ്ടത് ആഗ്രഹങ്ങളുടെ പിന്നാലെയല്ല, നമ്മൾ പോകേണ്ട അതിൻ്റെ പിന്നാലെ എന്നല്ല. ഇന്ന് ട്രെൻഡുകളുടെ കാലമാണ്. ഞങ്ങളല്ലേ, ഞാനും ട്രെൻഡിനോടൊപ്പം, അല്ലേ? ട്രംപിനോടൊപ്പം അല്ല, ഞാനും ട്രെൻഡിനോടൊപ്പം. ആലോചിച്ച് നോക്ക് നിങ്ങൾ. മാറി മാറി വരുന്ന ഇതിൻ്റെ പിന്നാലെ ഓടാൻ മത്സരിക്കുന്നവരാണ് മനുഷ്യന്മാർ, അല്ലേ? പല ആളുകളുടെയും സ്റ്റാറ്റസ് ഇന്ന് മാറും. ഇന്നലെ വരെ ഇല്ലാത്ത ഭാര്യയോടുള്ളൊരു സ്നേഹം ഇന്ന് കാണാം, അല്ലേ? നാളത്തെ ദിവസം ഏതാ അറിയാലോ. ഇന്നലെ വരില്ലാത്തൊരു സ്നേഹവും ഒരു സിമ്പലൊക്കെ നാളെ സ്റ്റാറ്റസ് കാണാം പ്രത്യേകമായിട്ട്. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടവരല്ല. നമുക്ക് ഇണകളെ സ്നേഹിക്കാൻ ഒരു പ്രത്യേക ദിവസമൊന്നുമില്ല. നമ്മൾ പറയും എനിക്ക് അങ്ങനത്തെ വിശ്വാസമോ അതൊന്നുമില്ലെങ്കിലും നമ്മൾ രാവിലെ ഒരു വാലന്റൈൻസ് ഡേ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് വൈഫിന്, വേറെ ആയിരിക്കുമല്ലേ നമ്മൾ വിചാരിക്കും എൻ്റെ വൈഫിനല്ല, പ്രശ്നമൊന്നുമില്ലല്ലോ, വേണ്ട, നമ്മൾ വൈഫിനായി കണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനത്തെ ദിവസത്തിന് പ്രത്യേകമായിട്ട് നമ്മൾ അതിൻ്റെ ആ ട്രെൻഡിൻ്റെ പിന്നാലെ പോകേണ്ടതല്ല. നമ്മൾ എല്ലാ ദിവസവും അയച്ചോ, അല്ലേ? അന്നൊരു പ്രത്യേക ഐ ലവ് യു ആരോട്? ഭാര്യയോട്. വേണ്ട, അതെല്ലാ ദിവസവും പറഞ്ഞോ? 2 നേരം പറഞ്ഞോ? അല്ല 5 നേരം പറയാൻ പറ്റുമോ? 5 നേരം പറഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അന്ന് എന്ത് ചെയ്യണ്ട? എല്ലാ ദിവസവും പറയുന്നവര് ആ ദിവസം പറഞ്ഞോ. അതല്ലാതെ ഈ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? അത് പറയാൻ നിൽക്കരുത്. നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല. അതൊക്കെ പല നമ്മൾ സാധാരണ പറയാറുള്ളത് വെസ്റ്റേൺ കൾച്ചറായി, പടിഞ്ഞാറൻ സംസ്കാരമായി കടന്നു വന്ന് ഇന്ന് നമുക്കൊന്നൊരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു. ഇന്ന് നമുക്കൊരു പ്രശ്നമല്ല. വിവാഹത്തിന്റെ വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചവരാണ് നമ്മൾ. വിവാഹത്തിന്റെ പവിത്രതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചവരാണ് നമ്മൾ. ഇന്ന് നമ്മുടെ വീടുകളിൽ പോലും വിവാഹം നടക്കുന്നത് ഒരു ദിവസം മഞ്ഞ കല്യാണം, 2-ാം ദിവസം പച്ച കല്യാണം, 3-ാം ദിവസം ഏതാ, അല്ലേ? കുറെ കല്യാണങ്ങളുണ്ടല്ലോ. ഒരേ കളറുണ്ടെന്നല്ല. നമ്മുടെ മക്കളൊക്കെ ഒരു പക്ഷെ എല്ലാവരും ഒരുമിച്ച് കൂടണല്ലേ, എല്ലാവരും മഞ്ഞ കളറായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ചുവപ്പ് കളറായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു കളർ ഇന്ന് സ്വീകരിക്കാൻ ഇന്നത്തെ ദിവസം, നാളെ ഒരു കളർ സ്വീകരിക്കാൻ നാളത്തെ ദിവസം, മറ്റന്നാൾ വേറെ കളർ സ്വീകരിക്കാൻ വേണ്ടി വേറൊരു ദിവസം, ഓരോ ദിവസം ഓരോ ഫംഗ്ഷൻ. എന്നിട്ട് ആർഭാടത്തോടുകൂടി ജീവിക്കുന്നവർ, ആർഭാടത്തോടുകൂടി അപ്പുറത്ത് ഗസയിലെ കഥകൾ പറയുന്നവർ, ഫലസ്തീനിലെ ചരിത്രം പറയുന്നവർ, പറയുമ്പോൾ വലിയ വായിൽ നമ്മൾ പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെ വേസ്റ്റ് ആക്കുന്നത് എത്രമാത്രം വേസ്റ്റ് ആണ്. നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല. ആഘോഷിക്കണ്ട എന്നല്ല, ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ആഘോഷിക്കാനും പവിത്രമായ ബന്ധത്തിന്റെ തുടക്കമാണ് നിക്കാഹ് എന്ന പവിത്രമായ കർമ്മത്തിന്റെ തുടക്കമാണ്, അല്ലെങ്കിൽ അതിനുള്ള വേദിയാണ് വിവാഹം എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആളുകൾ ചെയ്യുന്നവരെ ചെയ്യട്ടെ, നമുക്കൊരു പക്ഷെ തടയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല.
നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല. അപ്പൊ വീട്ടുകാരൊക്കെ ചെയ്യല്ലേ, നാട്ടുകാരൊക്കെ ചെയ്യല്ലേ, തന്റെ ഭാര്യ വീട്ടുകാരെ ചെയ്യുണ്ടല്ലോ, അപ്പൊ ഞാൻ മാത്രം മാറിയെന്നാല് അതാണ് ഹന്നഫ്സ അനിൽ ഹവാ പരലോ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല. വമിൻ ആയാതിഹി, ഞാൻ അവസാനിപ്പിക്കാം ട്ടോ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അത് അല്ലാഹ് ഇട്ട് തന്ന വലിയ സമ്മാനമാണത്. നമ്മുടെ ഭാര്യയെ ഇണയായി ജീവിതത്തിലേക്ക് വന്നവളെ ഒരുപക്ഷെ നമ്മൾ മുൻപ് കണ്ടിട്ട് പോലും ഉണ്ടാകൂല, മുൻപ് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകൂല. ആ നിമിഷം നിക്കാഹ് എന്ന പവിത്രമായ കർമ്മത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവളെ ബിസ്മില്ലാ എന്ന പവിത്രമായ കരാറോടുകൂടെ അവളുടെ വലിയന്റെ കൈകളിൽ നിന്നും ഇതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ. ആ വാചകം ആകാശത്തിന് കീഴിലെ മനുഷ്യന്മാരെ നിങ്ങൾ നടത്തുന്ന ഏറ്റവും വലിയ കരാറാണ്. അതിന്റെ ഭാഗമായാണ് വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അല്ലാഹ് നിങ്ങൾക്കിടയിൽ പ്രേമമിട്ടു തന്നു എന്നതാണ്. റഹ്മത്തും മവദ്ദത്തിന്റെ അർത്ഥം നിങ്ങൾ പരിശോധിച്ചോ? ഏകദേശം എല്ലാ മുഫസ്സിറുകളും മവദ്ദത്തിന്റെ വിശദീകരണം പറഞ്ഞ ശേഷം അവർ പറയുന്നുണ്ട് ബഅദല്ലാഹു അലം. ഇതിന്റെ പൂർണ്ണമായ അർത്ഥം അല്ലാഹ്ക്കേ അറിയൂ, എനിക്ക് അങ്ങക്ക് പറയാൻ കഴിയില്ല. ശരിയല്ലേ പറഞ്ഞത്? എന്തൊരു വലിയ ആത്മബന്ധമാണ് നമ്മൾ. ഒരു വേദന വന്നാൽ നമ്മളെക്കാൾ വേദനിക്കുന്നു അവർ, ഒരു സന്തോഷം വന്നാൽ നമ്മളെക്കാൾ സന്തോഷിക്കുന്നു അവർ, നമുക്ക് വേണ്ടി ജീവിക്കുന്നവർ, നമുക്ക് വേണ്ടി ഉറക്കമൊഴിവാക്കുന്നവർ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. എങ്ങനെ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, ഇത് അല്ലാഹ് ഇട്ട് തന്ന വലിയ സൗകര്യമാണ്, സമ്മാനമാണ്. ആ ബന്ധത്തിൽ വെള്ളൽ ഉണ്ടാകാൻ പാടില്ല, ആ ബന്ധത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ആ ബന്ധത്തിൽ പിണക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സൗന്ദര്യ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ, ഞാനത് പറയാൻ കാരണം എന്ന് അറിയോ, അങ്ങനെ പിണങ്ങിയാൽ, അങ്ങനെ പിണങ്ങി നിന്നാൽ നമ്മുടെ നോമ്പ് പോലും അല്ലാഹുവിലേക്ക് ഉയരില്ല, നിങ്ങളുടെ തലക്ക് മുകളിലേക്ക് ഉയരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തെ ക്രമപ്പെടുത്തുക, ഒരു അടുക്കും ചിട്ടയുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതിനുള്ള മാസമാണ് റമദാൻ. മരണം തൊട്ടടുത്തുണ്ട്. ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് നമ്മുടെ മരണം നമ്മളെ കാത്തിരിക്കുന്നത്. എത്ര പേര് നമ്മളെ കൂട്ടത്തിൽ നിന്നും നമ്മളോടൊപ്പം സഞ്ചരിച്ച, ഇതേപോലെ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ വരിയിൽ വന്നിരുന്ന് എന്റെ ക്ലാസുകൾ കേട്ടവർ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നാം കേട്ട, നമുക്ക് ഉപദേശം നൽകിയ ഉസ്താദുമാർ, അവരൊക്കെ പലരും നമുക്ക് മുമ്പേ യാത്രയായവരാണ്. മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഓരോ ദിവസവും നിങ്ങൾ ആളുകൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കുല്ലു യൗമിൻ യഖൂലൂന മാത ഫുലാൻ വമാത ഫുലാൻ. നിങ്ങൾ ഇങ്ങനെ ആളുകൾക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇന്നാൾ മരിച്ചു, ഇന്നാൾ മരിച്ചു, ഇന്നാൾ മരിച്ചു. വസയഅതി യൗമൻ ഗദൻ, നാളെ ഒരു ദിവസം വരും, അന്ന് മറ്റുള്ളവർ നിന്റെ മെസ്സേജ് അയക്കും, ഷമീർ ഇദാ മരണപ്പെട്ടിരിക്കുന്നു എന്ന മെസ്സേജ് എന്റെ പേര് വെച്ച് നിങ്ങൾ അയക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എല്ലാവരുടെയും വരും. അതുകൊണ്ട് ആ ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ മാലാഖമാർ വന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സന്തോഷത്തോടുകൂടെ സ്വീകരണം ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ പരിശുദ്ധ റമദാൻ കണ്ടുമുട്ടിയാൽ ആ റമദാനിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി നാളെ പരലോകത്ത് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. റമദാനിനെ കണ്ടുമുട്ടിയിട്ടും സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിക്കാത്തവർ, അവന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാവാത്തവർ, അവർ ശപിക്കപ്പെടട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, റമദാനിൻ്റെ പ്രത്യേകതയായിട്ടുള്ള റയ്യാൻ എന്ന കവാടം, ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ ഞങ്ങളിലേക്ക് വരുമ്പോൾ ആ ലൈലത്തുൽ ഖദറിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി 1000 മാസങ്ങളെക്കാൾ പുണ്യം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ റബ്ബേ
നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ റമദാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, റമദാനിന്റെ ഓരോ രാത്രിയിലും പകലിലും പ്രത്യേകമായി ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നിട്ട് വരിക, തിന്മ ചെയ്യുന്നവരെ അവസാനിപ്പിക്കൂ എന്ന് വിളിച്ചു പറയുമ്പോൾ ആ സന്ദേശം കേൾക്കാൻ, ആ ശബ്ദം കേൾക്കാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ, അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ചത് എല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർ, ഞങ്ങളിൽ പലരുടെയും വാപ്പമാർ, ഉമ്മമാർ ഞങ്ങളോടൊപ്പം ഇന്നില്ല. അവർ ഞങ്ങൾക്ക് മുൻപേ ഞങ്ങളോട് യാത്ര ചോദിച്ചവരാണ് റബ്ബേ. ഇന്നവർ ബർസഖി ജീവിതത്തിലാണ്. അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ ഖബറിൽ അവർ അനുഭവിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥന മൂലം എല്ലാ പ്രയാസങ്ങളും മാറ്റി അവരെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, അള്ളാഹുവേ അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അവർക്ക് നീ ആശ്വാസം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിലും മക്കളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. നാഥ, നാളെ പരലോകത്ത് ഞങ്ങൾക്ക് അനുകൂലമാകുന്ന മക്കളെ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ബാക്കി വെച്ചു പോകാനുള്ള മഹാസൗഭാഗ്യം നാഥ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. എല്ലാവിധ പിശാചിന്റെ ഷെറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ദാമ്പത്യം, അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ റബ്ബേ. എല്ലാ അനുഗ്രഹങ്ങളിലും നിന്റെ ബറക്കത്തും റഹ്മത്തും നിലനിർത്തി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, അനുയോജ്യരായ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. സ്വാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്ന ആ ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ചെറുതും വലുതുമായ കടങ്ങളുള്ളവരുണ്ട്. എല്ലാ കടങ്ങളും വീട്ടി കടക്കാരനല്ലാത്ത രൂപത്തിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ നിന്റെ മുന്നിൽ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ, സൂര്യൻ തലക്കുരിച്ചാൺമീത കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ, 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും അള്ളാഹുവേ നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, വലതു കൈയിൽ ഗന്ധം വാങ്ങി സന്തോഷത്തോടുകൂടെ സിറാത്ത് എന്ന പാലത്തിലൂടെ അതിവേഗം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന ആ മഹാസൗഭാഗ്യവാന്മാരിൽ റബ്ബേ നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.